സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛന്റെ തെമ്മാടി. എന്ത് പറ്റി സാറേ? കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉറക്കത്തിൽ കിടന്നോണ്ട് ചിരിയും കളിയും. നേരം വെളുത്തല്ലേ? ആ പള്ളി മണിയടിക്കുന്ന കേട്ടില്ലേ? അല്ല, വയസ്സുകാലത്ത് വേണ്ടാത്ത സ്വപ്നങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? അപ്പോ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും. ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഉറങ്ങാൻ നേരത്ത് വല്ല ഈശ്വരനാമവും ജപിച്ചോണ്ട് കിടക്കെന്റെ ചേട്ടാ. എനിക്ക് കാലത്ത് തലയ്ക്ക് വട്ടളായിരിക്ക. ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ്. ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും. അമ്മേ, അച്ഛൻ വന്നു. ആറ്റത്തിന്റെ വലിപ്പം സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത വിധം അത്രയും ചെറുതാണ്. ന്യൂക്ലിയസ് അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഒരാറ്റത്തിന്റെ പിണ്ഡം ഏതാണ്ട് മുഴുവനും തന്നെ ന്യൂക്ലിയസിൽ. ഇത് പഠിക്കാൻ വേണ്ടിയുള്ള വായനയാണോ അതോ അച്ഛനെ അമ്മ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ? രണ്ടിനും കൂടിയാ. പഠിക്കുകയും ചെയ്യാം, എല്ലാരും കേൾക്കുകയും ചെയ്യും. ഇപ്പം വക്കീലാകൂടി. ഉരുളയ്ക്ക് ഉപ്പേരിയാ. അച്ഛൻ തനി പോലീസാ. വലത് കാൽ വെച്ച് കയറിയാലും കുറ്റം, ഇടത് കാൽ വെച്ച് കയറിയാലും കുറ്റം. മനസ്സിൽ വായിച്ച ചോദിക്കും, പുസ്തകത്തിൽ നോക്കി എന്ത് ഗിനാവാടാ കാണുന്നത്. ഉറക്ക വായിച്ച അതും കുറ്റം. എങ്ങനെയെങ്കിലും വായിക്കൂ. പക്ഷെ റിസൾട്ട് വരുമ്പോ ഫസ്റ്റ് ക്ലാസ് വേണം. അല്ല അതിന് തനി സ്വഭാവം പുറത്തു വരും. അടിച്ച് തൊടയിലെ തൊലിയാൻ പൊളിക്കും. ഇവ കാടുക്കളപ്പണി ഒഴിച്ചിട്ട് നേരമില്ലേ? അടുത്ത മാസം പരീക്ഷയാ. ഞാനെന്ത് ചെയ്യാനാ? പുസ്തകം എടുത്ത് 4 അക്ഷരം വായിക്കാൻ പറഞ്ഞ ഉടനെ ഇറങ്ങും കുടവും എടുത്ത്. പിന്നെ പാത്രം തേപ്പായി, അലക്കായി. അതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് സുഖമായി. അടുക്കളയിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പോയി പഠിക്കടി എന്ന് പറഞ്ഞാൽ ചേച്ചിയോട്. പിന്നെ അമ്മയ്ക്ക് ഒരിടത്ത് ഇരുന്നാ മതിയല്ലോ. പോടാ അവിടുന്ന്. വേനലിലും പറ്റാത്ത കിണറുള്ള ഒരു വീട് നോക്കണം. ഇനി 2-3 മാസം വെള്ളം ചുമന്ന് ചാവും. നോക്കാം. നമ്മുടെ കയ്യിലൊതുങ്ങിയത് കിട്ടണ്ടേ? ഇതിന് തന്നെ വാടക കൂട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞ ആ സാഹിബ് സൗകര്യം തരണില്ല. സേതുവിന്റെ ഇന്റർവ്യൂവും പേഴ്സണാലിറ്റി ടെസ്റ്റും ഒന്ന് കഴിഞ്ഞ് കിട്ടി നമ്മൾ രക്ഷപ്പെട്ടടി. പിന്നെ നിനക്ക് ഏതുതരം വീട് വേണം? ഈശ്വര, എല്ലാം ഒന്ന് നേരെയാക്കി തരണേ. ഒക്കെ നടക്കും. ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടടി. അവനെ സല്യൂട്ട് ചെയ്തിട്ട് വേണം എനിക്ക് പെൻഷൻ പറ്റി പിരിയാൻ. എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛൻ വന്നു. അതിന് ഞാൻ എന്താ വേണം? തലയും കുത്തിക്കണം. ആ തലയും കുത്തി നിന്നു, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചീത്ത. വ്യായാമം ചെയ്യുന്നില്ല, തടി കൂടുന്നു, തോന്നിയാസാണെന്നൊക്കെ പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളവും വിലങ്ങും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ എന്നോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസ് പറ്റി വല്ല വിവരമുണ്ടോ ഇവക്ക്? അല്ലേ അച്ഛാ? അതെ അതെ. എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ? അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിമ്മായി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാനുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കുന്നത്? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സർസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അല്ലടി, ഒറ്റ വീക്കെന്നുണ്ടല്ലോ.
ഞാൻ കണ്ടല്ല. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ടായിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ. ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണ്ടേ. അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക. അല്ലാതെ അതും വേണം, ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. അത് അച്ഛൻ പറയുന്നതിൽ കൂടുതൽ ഒരു തരി. ഓയിരുന്ന് പഠിക്കണി. അതാ വരുന്നു. നീ കാപ്പി കുടിക്കാൻ വരുന്നുണ്ടോ? അച്ഛനും ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇത്തിരി വെയിറ്റ് ചെയ്യട്ടെ. അയ്യേ, ഇതെന്താ നിന്റെ മുഖത്ത്? നിന്റെ പേരാണ് മീശ. മേടാ അച്ഛന്റെ മൂത്ത മകനാരാ? എന്താ? അല്ല, ഇവനാണെന്നൊരു സംശയം. ഇങ്ങോട്ട് നോക്കിയടാ. എന്താ ഈ മുഖത്ത് വരച്ചു? മീശ അല്ലാതെ എന്താ? ഒന്ന് കറുപ്പിച്ചേ ഉള്ളൂ. തുടച്ചില്ലടാ, തുടച്ചളയാൻ. ഉടച്ചു കളയടാ. ഒരു മീശ വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഈ വീട്ടിൽ? എന്റെ മക്കളെ ഞാനൊരു ഈർക്കിലെടുത്ത് പോലും തല്ലിയിട്ടില്ല. നീ എന്നെ ഇത് മേടിക്കും. ഇവൻ മിക്കവാറും മേടിക്കും. എന്റെ അമ്മ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്തോ ഇത് 2 ഇഡലിയോ? ചുമ്മാ അതല്ല ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നത്. നീ 10-15 എണ്ണം തിന്നുന്നല്ലേ? അല്ല, അതാ പറഞ്ഞത്, ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ. അമ്മയ്ക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എനിക്കറിയില്ലേ. ഇവിടെ ചോദിച്ചു നോക്ക്, പറഞ്ഞുതരും. 2 ഇഡലിയൊക്കെ കഴിക്കാം അല്ലേ അച്ഛാ? രാവിലെ 2 കഴിക്കാം. ഒരു പഴവും ഉള്ള പാലും ആകാം. 2 മുട്ട, 4 ഏത്തപ്പഴം. ഒന്ന് മിണ്ടാണ്ട് കഴിച്ചിട്ട് ഒരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇല്ല, ഇവൻ മേടിക്കും. കഴിക്ക്. ദേവി, മണി 9:30 കഴിഞ്ഞു. വരണുണ്ടോ നീ? ഇവളുടെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയാൽ സെക്കൻഡ് ബെൽ അടിക്കാണ്ട് സ്കൂളിൽ എത്താൻ പറ്റില്ല. നീ ഇങ്ങനെ ഇരിക്കപ്പുറത്തില്ലാണ്ടായാലോ എങ്ങനെയാ കൃഷ്ണ? ആ പെണ്ണെന്തെങ്കിലും കഴിക്കട്ടെ. കൃഷ്ണ, നീ വന്നേ. ഇതാരുടെ പടാ? ഇതൊരു ടോണിക്കിന്റെ പരസ്യ. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കുന്നു. കയ്യിന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടു. ഈ ടോണിക്ക് കുടിച്ച ഇങ്ങനെയാവോടാ? എന്റെ അമ്മയ്ക്ക് രൂപ വേണോ? എനിക്കില്ല, നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നല്ലതാ. സേതുവേട്ടന്റെ കാര്യം മുത്തശ്ശി പറയുന്നത്? ഇപ്പൊ തന്നെ തടി കൂടലാന്ന് പറഞ്ഞ് അച്ഛമാമ എന്നും വഴക്കാം. അമ്മയ്ക്ക് ഇപ്പൊ സേതുവിനെ ഇതുപോലെ ആക്കണമെന്നാ. എന്തിനാ ഗുസ്തിക്ക് വിടാനാ? അവൻ ഇൻസ്പെക്ടർ ആവേണ്ടതല്ലടാ. കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണമെങ്കിൽ നല്ല തടി വേണം. മുത്തച്ഛനെ കണ്ടിട്ടില്ലല്ലോ നീ? ഈ പടത്തിൽ കാണുന്നത് പോലെ ദേഹം. നിന്റെ അച്ഛനെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ആ രൂപഗുണം മുഴുവൻ കിട്ടിയിരിക്കുന്നത് സേതുവിനാ. നീ പോരണ്ടോ? അതോ അമ്മയുടെ പഴംപുരാണം കേട്ട് നിൽക്കണോ? മുത്തശ്ശി, നേരായി. വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി കേൾക്കാം. പറഞ്ഞ് നാക്കെടുത്തില്ല. നിനക്ക് 100 ആയുസ. സേതുവേട്ടന്റെ ശരീരം നന്നാക്കാൻ ചില പുതിയ പരിപാടികളൊക്കെ ഇട്ടിരിക്കാം മുത്തശ്ശി. അത്ര കളിയാക്കണ്ടടി. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? അങ്ങനെ കളിയാക്കാതെടാ ഞങ്ങളെ. അയ്യോ, ഞാൻ അമ്മാവനല്ലേ പറഞ്ഞത്, ഇവളെ. പിന്നെ പോലീസുകാർക്കാ വലിയ വിവരം. അല്ല, ഇത്തിരി പോരം വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്ന നിനക്ക് 20,000 രൂപ കൈക്കൂലി കൊടുത്തില്ലായിരുന്നു കാണായിരുന്നു. ടീച്ചർ എന്ന് പറഞ്ഞ് ഗമാണിച്ചടക്കാൻ പറ്റുമായിരുന്നോ? പിന്നെ അപ്പൊ ഞാൻ TTC പാസ്സായതോ? അയ്യോ, TTC എന്ന് പറയുന്ന IAS അല്ലേ? ബോഡി എവിടുന്നു? കിണറ്റിൽ വെള്ളമില്ലാന്ന് കേട്ടല്ലോ. തീരെ പറ്റിയോ? ബക്കറ്റ് പൊങ്ങില്ല. ഓഹോ, വല്ല കാര്യമുണ്ടോ ഇതിന്റെ? ഇത്രയും വലിയ വീട് ഇവിടെ കിടക്കുമ്പോ വാടക വീട്ടിൽ പോയി താമസിക്കാം. നിന്റെ അമ്മയുടെ തറവാടല്ലേ ഇത്? നിന്റെ അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. അച്ഛൻ അഭിമാനിയാ. അഭിമാനമല്ല, ദുരഭിമാനം എന്നാ നിന്റെ പേര്. വാടി മുത്തശ്ശി, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആ പത്രത്തിൽ കണ്ട മാതിരി ഇരിക്കണം നിന്റെ തടിയും മസിലും വണ്ണവും. അമ്മായിയുടെ കൈ കൊണ്ടുണ്ടാക്കണ പുട്ടിന് ഒരു പ്രത്യേക രുചിയാ. പുളൂസ് അടിക്കാതെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. രാവിലെ 2 കണ പുട്ടാ നിന്റെ മുത്തച്ഛന്റെ കണക്ക്. പിന്നതേ
ഇത്രയും പോന്ന 2 നേന്ത്രപ്പഴം, ആ. ഒരു മുട്ട, 2 നാഴിപ്പാല്. ആണുങ്ങളായ അങ്ങനെ തിന്നും. അയ്യോ ഇതെങ്ങനെ ദഹിക്കാ? ആ, അതാണ് കളരി അഭ്യാസത്തിന്റെ വിശേഷം. കല്ല് വിഴുങ്ങിയാലും വെള്ളം പോലെയാവും. ഒരു 10 ആള് വന്നാലും ഒറ്റയ്ക്ക് നിന്നടിക്കാം. ഒരിക്കൽ കാവുശ്ശേരി പൂരത്തിനൊരു തല്ലുണ്ടായി. ഒരു 10-30 മാപ്പിളന്മാര്, മുത്തശ്ശന് ഒറ്റയ്ക്ക്. ഓരോ അടി അടിച്ചുള്ളൂ. വാഴ വെട്ടിയിടുന്ന പോലെയല്ല എല്ലാം വീണത്. ആ മുത്തശ്ശന്റെ രൂപവും ഗുണവും ഒക്കെ കിട്ടിയിരിക്കുന്നത് നിനക്കാ. അത് നീ മറക്കല്ലേ മോനെ. 2-3 ആളൊക്കെ വന്നാൽ ആരൊക്കെ ഞാൻ നോക്കും. അതിനുള്ളതൊക്കെ ഉണ്ട്. ഇതൊന്ന് പിടിച്ചു നോക്കിയേ. അയ്യേ, പോരെ 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 പോരെ, കളരി പഠിച്ചേ പറ്റൂ. മുത്തശ്ശി കഴിക്കേ. അയ്യോ മുത്തശ്ശി കഴിക്കും. മുത്തശ്ശി നീ മുത്തശ്ശി കഴിക്കേ. അതിനെന്താ മോൻ കഴിക്കും. അയ്യോ ഇതാ ഇത് കുറച്ചുകൂടെ എന്തോ നീ ഒഴിക്കട്ടെ. ചെറുക്കൻ കാണിക്കണേ. ദാ. നിനക്കല്ലേ വെച്ചിക്കുന്നു പറഞ്ഞേ, കഴിക്കുന്നീ. എന്നെ കണ്ടിട്ടാ നിർത്തിയ? ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എടാ, നീ ചോദിച്ചിട്ടില്ലേ തന്നത്? എന്തൊരു കള്ളനാ നീ. നീ നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. വിശന്നിരുന്ന് ശരീരം ചുരുക്കണ്ട. അച്ഛൻ ക്ഷമിക്കണം. ഞാൻ ശരിക്ക് കൺട്രോൾ ചെയ്തോളാം. ആഹാ, നീ അത് സീരിയസ് ആക്കിയോ? തെമ്മാടി. എടാ, പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും വാക്ക് പറയരുത്. ഇതുപോലെ ചമ്മണ്ടി വരും.